ഹലോ, നമുക്കിന്നൊരു പുഡിംഗ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 3/4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമുക്ക് മധുരത്തിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുഡിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് അലിയിച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങ് ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. അതിങ്ങനെയാണ് നമ്മളത് ശരിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്യണം തോന്നുന്നെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് കട്ട് ചെയ്യണം തോന്നുന്നെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ട്രെയിലൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നുള്ള ട്രെയിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ജലാറ്റിൻ എടുക്കാം. അത് നമുക്ക് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ജലാറ്റിൻ വരും ചൈന ഗ്രാസ് ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് അതൊന്ന് കുറുകി കിട്ടുമല്ലോ. അപ്പോൾ ഇതിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് പാലെടുക്കാം. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് പാലാണ് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് പാലിൽ നമ്മുടെ കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 നമുക്ക് എത്രയാണോ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് അരിയിച്ചെടുക്കണം, അല്ലെങ്കിൽ കട്ട് കെട്ടും. ഇനി നമ്മൾ ബാക്കിയുള്ള പാൽ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കസ്റ്റർഡ് പൗഡർ എല്ലാം കൂടെ ചേർത്ത് അതും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചൈന ഗ്രാസും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മാത്രമേ നമുക്കത് പുഡിങ് നന്നായിട്ട് റെഡിയാക്കി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പാത്രത്തിൽ നിന്നും അതൊന്ന് ഇളകിപ്പോവും. അപ്പോൾ അതേ നമ്മുടെ കസ്റ്റേർഡും എല്ലാം കൂടെ ഉള്ള കുറുക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഞാനത് ആ ട്രെയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു മണിക്കൂറോളം നമുക്ക് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി അതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതെൻ്റെ മോളാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. ഞാനതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമ്മളെ പുഡിങ് തയ്യാറായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നിങ്ങളിത് ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.